ചോദിക്കുന്നൊരു ചോദ്യമാണ്, വാഹനം രാവിലെ സ്റ്റാർട്ട് ചെയ്ത് AC ഇടുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ എന്ന്. 100% അങ്ങനെ. ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് MG ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ വാഹനത്തിനെക്കുറിച്ച് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്, വാഹനം വാമപ്പ് ചെയ്യുന്നത് നല്ലതാണെന്നുള്ളതിനെക്കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ട്. അതായത് വാഹനം സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് നേരം നിർത്തിയിടുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒന്ന് ഐഡിലിങ്ങിൽ നിർത്തുകയാണെങ്കിൽ നല്ലതാണെന്ന് പലരും കേട്ടിട്ടുണ്ട്. ശരിക്കും എന്താണ് എൻജിൻ വാമിംഗ് അപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്? ശരിക്കും നമ്മുടെ മനുഷ്യൻ്റെ ഒരു രീതി വെച്ച് തന്നെ നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അതായത് രാവിലെ കട്ടിലെന്നൊക്കെ എഴുന്നേറ്റ് കഴിഞ്ഞ് നമ്മളോട് എഴുന്നേറ്റ് ഓടുക, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു കട്ടിപ്പണി ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ശരിക്കും അതുപോലെ തന്നെയാണ് നമ്മുടെ വാഹനത്തിൻ്റെ എഞ്ചിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം എഞ്ചിൻ എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് കമ്പോണൻസ് കൂടിയതാണ് നമ്മുടെ വാഹനത്തിൻ്റെ എഞ്ചിൻ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു എഞ്ചിനകത്ത് മെയിനായിട്ടുള്ളൊരു വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റ് തന്നെയാണ്. അതായത് ഹീറ്റ് യൂസ് ചെയ്താണ് ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ പെർഫോമൻസ് അല്ലെങ്കിൽ എഞ്ചിൻ വർക്ക് ചെയ്യിക്കുന്നത്. അതൊരു ഫ്യൂവൽ ബേൺ ചെയ്ത് പവർ ഉണ്ടാക്കി അങ്ങനെയാണ് ഹീറ്റ് അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ ഒന്ന് ഹീറ്റപ്പ് ആകുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒന്ന് വാമപ്പ് ആകുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പെർഫോമൻസ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞത് വേറെ ലെവലായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വാഹനങ്ങളെല്ലാം വാമപ്പ് ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ കാര്യം. അപ്പോൾ ശരിക്കും നമ്മൾ വാഹനം രാവിലെ വന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പലരും കുറച്ച് പേരെങ്കിലും ചെയ്യുന്നൊരു കാര്യമാണ് വാഹനം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് ആക്സിലറേറ്റർ കൊടുക്കുക, അല്ലെങ്കിൽ ഒന്ന് റേസ് ചെയ്യുന്ന കാര്യം ചെയ്യുന്നത്. അത് ഒരു കാരണവശാലും നമ്മൾ ചെയ്യാൻ പാടില്ല. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ വാഹനം എന്തുകൊണ്ട് റേസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ റേസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, പഴയ വാഹനങ്ങളൊക്കെ നമ്മൾ ചെയ്യുമായിരുന്നു. അതായത് കാർബറേറ്റർ സിസ്റ്റം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ നമ്മൾ കുറച്ച് റേസ് ചെയ്യുമായിരുന്നു. അന്ന് ചോക്കോ കാര്യങ്ങളൊക്കെ ഓട്ടോ ചോക്ക് ഇല്ലായിരുന്നു. നമുക്ക് വലിച്ച് വെച്ച് നമ്മൾ എഞ്ചിൻ കുറച്ചൊന്ന് റേസ് ആക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. ചോക്ക് വലിച്ച് നമ്മൾ എഞ്ചിൻ റേസ് ചെയ്യുന്ന പരിപാടി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം വരുന്ന സമയത്ത്, അതായത് ഇപ്പോഴത്തെ പുതിയ മോഡൽ വാഹനങ്ങൾ അല്ലെങ്കിൽ MBFI ആയതിനു ശേഷമുള്ള വാഹനങ്ങൾക്കെല്ലാം വാഹനം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നോർമൽ ടെമ്പറേച്ചർ എത്തുന്നത് വരെ കുറച്ച് വാഹനം റേസായി തന്നെ നിൽക്കത്തുള്ളൂ. അത് റേസ് ആവുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഫ്യൂവൽ കൂടുതൽ അതിലോട്ട് കൊടുക്കുന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ശരിക്കും ഇങ്ങനെ കൊടുത്തിരിക്കുന്ന രീതി എന്തിനാണ്, അല്ലെങ്കിൽ ഇങ്ങനെ എന്തിനാണ് കൊടുത്തിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, വാഹനം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ, അതായത് അധികം നേരം എടുക്കാതെ തന്നെ ആ ഒരു ഐഡ്ലിംഗ് കണ്ടീഷനിലോട്ട്, അല്ലെങ്കിൽ അതിൻ്റെ നോർമൽ ഹീറ്റ് ടെമ്പറേച്ചറിലോട്ട്, അല്ലെങ്കിൽ നോർമൽ ടെമ്പറേച്ചറിലോട്ട് വാഹനം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞ് ഇങ്ങനെ കൊടുത്തിരിക്കുന്ന, അല്ലെങ്കിൽ ആ രീതി നമ്മൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ അതേ രീതി ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വാഹനത്തിൻ്റെ എഞ്ചിൻ ലൈഫ് കൂടുതൽ കിട്ടുന്നതായിരിക്കും. എഞ്ചിന് കംപ്ലയിൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നതായിരിക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ രാവിലെ വന്ന് വാഹനം സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതായത് ചിലപ്പോൾ 2 ദിവസം ഓടാതെ കിടന്ന വാഹനമായിരിക്കും, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ഫുൾ ആഴ്ച നമ്മൾ ഓടാത്ത വാഹനമായിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ തലേദിവസം കൊണ്ടിട്ട് അടുത്ത ദിവസം ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു 24 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 12 മണിക്കൂറെങ്കിലും ഓടാതെ ഐഡിലായിട്ടിരുന്നൊരു വാഹനം നമ്മൾ ഓടിച്ചൊന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഉടനെ എടുത്തുകൊണ്ട് പോകാൻ ഞാൻ റെക്കമെൻഡ് ചെയ്തില്ല. അത്യാവശ്യ കേസൊക്കെ ആണെങ്കിൽ എടുത്തോണം, ഒരിക്കലും എടുക്കരുതെന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ നമ്മൾ ഫ്രീ ആണ്, സമയം ഉണ്ടെന്നൊക്കെ ഉണ്ടെങ്കിൽ വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് അറ്റ്ലീസ്റ്റ് ഒരു 30 സെക്കൻഡ്സ് എങ്കിലും, ഒരു 30 സെക്കൻഡ് പറ്റുമെന്നുണ്ടെങ്കിൽ 1 മിനിറ്റ് ഇടാന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഇനി അതിനുള്ള സമയമില്ലെന്നുണ്ടെങ്കിൽ 30 സെക്കൻഡെങ്കിലും വാഹനം സ്റ്റാർട്ട് ചെയ്ത് ആക്സിലറേറ്റർ ഒന്നും കൊടുക്കാതെ ഫ്രീ ആയിട്ട് വാഹനത്തിലൊന്ന് വെച്ചേക്കുക. AC ഇട്ടോളൂ, കുഴപ്പമില്ല. പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ്, വാഹനം രാവിലെ സ്റ്റാർട്ട് ചെയ്ത് AC ഇടുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ എന്ന്. 100% അങ്ങനെ AC ഇടുന്നതുകൊണ്ട് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ധൈര്യമായിട്ട് നിങ്ങൾക്ക് വാഹനം സ്റ്റാർട്ട് ചെയ്ത് AC ഇടാൻ സാധിക്കും. പക്ഷേ AC ഇട്ടെന്ന് പറഞ്ഞാലും, AC ഇട്ടുകൊണ്ട് വാഹനം സ്റ്റാർട്ട് ചെയ്താലും വേറെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. കാരണം AC ഇട്ട് വാഹനം സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ പോലും നമ്മുടെ വാഹനത്തിൻ്റെ AC കംപ്രസർ അന്നേരം പിടിക്കത്തില്ല, അല്ലെങ്കിൽ കംപ്രസറിലോട്ടുള്ള കണക്ഷൻ ECM കൊടുക്കത്തില്ല. വാഹനം സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം ഒരു 3 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ AC കംപ്രസർ പിടിക്കത്തുള്ളൂ. അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് വാഹനത്തിൻ്റെ AC ഓൺ ചെയ്തിട്ടുകൊണ്ട് തന്നെ വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. കാരണം പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? അതായത് AC കംപ്രസർ അല്ലെങ്കിൽ ACയുടെ സ്വിച്ച് ഓൺ ചെയ്തിട്ടുകൊണ്ട് വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ? ഇപ്പോഴും ഒരുപാട് പേര് ചോദിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ACയുടെ സ്വിച്ച് ഓൺ ചെയ്തിട്ടുകൊണ്ട് തന്നെ വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ സ്റ്റാർട്ട് ചെയ്താലും വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. കാരണം AC അവിടെ ഓൺ ആകുന്നില്ല. വാഹനം സ്റ്റാർട്ടായി കഴിഞ്ഞൊരു 3 സെക്കൻഡ് കഴിയാതെ ഒരു കാരണവശാലും AC ഓൺ ആകത്തില്ല. അതും നിങ്ങൾക്ക് ധൈര്യമായിട്ട് മനസ്സിൽ വയ്ക്കാൻ പറ്റും. അതുകൊണ്ട് ഇനി തൊട്ടെങ്കിലും നിങ്ങൾ വാഹനം സാധാരണ സ്റ്റാർട്ട് ചെയ്ത് എടുത്തുകൊണ്ട് പോകുന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്തൊരു 30 സെക്കൻഡെങ്കിലും ഒന്ന് വെയിറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വാഹനത്തിൻ്റെ എഞ്ചിൻ കണ്ടീഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിക്ക് കൂടുതൽ കിട്ടുന്നതായിരിക്കും. അതുപോരായിട്ട് നമ്മുടെ വാഹനത്തിൻ്റെ മൈലേജ്, പവർ ഔട്ട്പുട്ടും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് കിട്ടുന്നതായിരിക്കും. പലരും ഈ കാര്യങ്ങളൊന്നും ഫോളോ ചെയ്ത് വരുന്നുള്ളതുകൊണ്ടാണ് ഈ പറഞ്ഞ പ്രോബ്ലംസ് എല്ലാം നമ്മുടെ വാഹനത്തിൽ കാണിക്കുന്നത്.